ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വ്ലോഗ് ആക്കുന്നത്. നമ്മളുടെ അഞ്ജു ഷെഫ് അഞ്ജലിയാണ്. ആ പുള്ളിക്കാരി നമുക്ക് എന്താ ഉണ്ടാക്കി തരാം? കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി. ഫിഷ് വറ്റിച്ചത് അല്ലേ? അതെ, അങ്ങനെയും പറയാം. മീൻ വറ്റിച്ചത്. ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണ. ഇവിടെ തന്നെ ഞങ്ങൾ കുപ്ര തെങ്ങുന്ന സാധനം അട്ടി അങ്ങനെ അടി അത്ര ആട്ട് മതിയോ? പുളിവെള്ളം തിളപ്പിക്കാൻ വെക്കണം. പിന്നെ പുളിവെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെക്കണം. അതിൻ്റെ അമ്മായിമ്മ പറഞ്ഞതാണ്. ചിലർ ഡയറക്റ്റ് പുളി ഒഴിക്കും, പക്ഷേ പുളിവെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചാൽ ഗുഡ്. അമ്മേനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു മരുമോളാട്ടോ അല്ലേ? I love my അവിടെ ഹസ്ബൻഡ് അമ്മായിമ്മേനെ പറ്റി പറയുമ്പോ അമ്മ ദേ ഇവിടെ ഇരിക്കുന്നു. ഇത് ചൂടായി കഴിയുമ്പോൾ വേണം നമ്മളെല്ലാവരും എല്ലാം പതിയെ ചെയ്യണം. അതാണ് ഒരു കറി അതിന്റെ സൂപ്പറാക്കെന്ന് പറഞ്ഞാൽ അതിന് പയ്യെ ചെയ്യണം അല്ലേ? ഫസ്റ്റ് നമുക്ക് അല്പം കടുകിടാം. പൊട്ടിത്തെറിക്കാനായി കുറച്ച് കടുകുകളും അതിൻ്റെ ഒപ്പം തന്നെ വേറെന്തിടണേ ഷെഫ് പറയും? അല്പം ഉലുവ കുറച്ച് മതി. അല്പം ഇഷ്ടമാണ് പിന്നിരിക്കുന്നത്. അടുത്തത് നമുക്ക് എന്താണ് പറഞ്ഞില്ല. വെങ്കായം. പക്ഷേ ഇവിടെ അതെ സവോളനെ വേദനിപ്പിക്കാതെ നമ്മൾ ഇളക്കണം കേട്ടോ. അപ്പൊ തന്നെ 2 പച്ചമുളക്. വേറൊരു പാത്രത്തിട്ടോ. നമ്മൾ ഓൾറെഡി മിക്സ് ഉണ്ടാക്കി വെക്കുകയാണ്. ബിക്കോസ് ആ സമയത്ത് നമുക്ക് ഓർഡർ ഉണ്ടല്ലോ. മല്ലിപ്പൊടി ഇതൊക്കെ എൻ്റെ ഒരു കൈക്കണക്കാട്ടോ. ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ടോ. നിങ്ങളുടെ ആവശ്യത്തിന് അതെ നിങ്ങളുടെ കറി ഞങ്ങൾ അതെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അടിപൊളി കാണിക്കണം കേട്ടോ, എസ്തെറ്റിക് അല്ല. അല്പം കാശ്മീരി ചില്ലി. നല്ല കളർ വേണം നമുക്ക്. കോട്ടയം മുളകായി തൂൾ. ഇപ്പൊ നമ്മുടെ ഇപ്പൊ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും തമിഴുണ്ടെങ്കിൽ അവർക്കും കൂടി ആയിട്ട് ഇത് മല്ലിത്തൂൾ, ഇത് മുളകായി തൂൾ. ഇനി നമുക്ക് മഞ്ഞൾത്തൂൾ കൂടി ഇടാം. മല്ലിയല്ല, അല്പം ടർമറിക്. കുറച്ച് മാത്രം മതി. കാരണം നമ്മൾക്ക് മുളകിന് വല്ല മഞ്ഞളിന് വല്ല റോളില്ല കേട്ടോ ഇതിനകത്ത്. ഗസ്റ്റ് റോള് മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് ഉള്ളതാണ്. നമ്മള് കളർ ഏതാന്ന് പറയുന്നില്ല, ബിക്കോസ് ബ്രാൻഡ് നമ്മൾ ഏതാന്ന് പറയുന്നില്ല കേട്ടോ. കവർ കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. ഇല്ല, കവർ കാണിക്കാതെ ഞാനിടും ആവശ്യത്തിന്. ബിക്കോസ് ഞങ്ങൾ ഇനി ഇങ്ങനത്തെ കറികൾ ഉണ്ടാക്കണം. ലൈക്ക് വേറെ ആൾക്കാരുടെ മസാലാസ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പെയ്ഡ് കൊളാബറേഷൻ. ഞങ്ങൾ അതുകൊണ്ട് ബ്രാൻഡ് കാണിക്കും. സോ ഇത് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വേദനിപ്പിക്കാതെ വേണില്ല, എന്നാലാണ് അവർ പെട്ടെന്ന് ഇതാവുള്ളൂ. അല്ലെങ്കിൽ അവർ പിണങ്ങും. ഞാനിത് പാത്രത്തിലേക്ക് മാറ്റുന്നില്ല, ബിക്കോസ് ഇത് എസ്തെറ്റിക് ആണ്. നമ്മളെ നാച്ചുറൽ ആയിരിക്കും. ഈ കണ്ണി ബാക്കിയുള്ളവരുടെ പോലെ അതിനു വേണ്ടി മാത്രമായിട്ട് വേറെ പാത്രമൊക്കെ എടുത്ത് അല്ല, നമ്മളുടെ അടുക്കള പോലെ. നമ്മുടെ വ്യൂവേഴ്സിനെ നമ്മളുടെ അടുക്കളയിലേക്ക് കൊണ്ടുവരാണ്. അതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്തേക്ക് കറിവേപ്പിലയും കൂടെ വരും. അത് നമ്മുടെ ഷെഫ് പയ്യെ മാറ്റി വെച്ചേക്കാണ് ഇടാൻ വേണ്ടിട്ട്. തന്നെ വരില്ല, നമ്മൾ ഇടണമെന്ന് മമ്മി പറഞ്ഞു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാരണം ഞങ്ങൾക്ക് കോപ്പിറൈറ്റ് വരും. സോ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളുടെ ഇതന്നെ നമ്മളുടെ ഓടി വെച്ച് തന്നെ പാവ് എടുക്കാന്ന്. കറിവേപ്പില വന്നു. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കഴിയുമ്പോൾ കറിവേപ്പില വരുമെന്ന്. ഇന്നത്തെ നമ്മുടെ ബീഫ് ഗസ്റ്റ് ആണ് ഗൈസ്. നിക്കാൻ പറഞ്ഞു, എന്തിനാന്നറിയില്ല, നമുക്ക് നോക്കാം. അതാണ്
ASMR. ഓക്കെ, നമുക്കിനി പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളുടെ ഷെഫ് അഞ്ജലി എന്തെങ്കിലും പറയൂ. ഒന്നും പറയാനില്ല. ഇത് നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കണം. ഞാൻ നമുക്കിനി ഇത് ഒരുപാട് കരിയിക്കണ്ട. ലൈക്ക് ആ ഒരു ഗോൾഡൻ കളർ വന്നാൽ മതി. ആയിട്ടുണ്ട്. നമ്മുടെ പൊടി ആഡ് ചെയ്യാം. പൊടികൾ ആഡ് ചെയ്യാം. ഇതാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടുകൊണ്ടിരുന്ന നമ്മുടെ സ്വന്തം ആന്റി, ഷെഫ് അഞ്ജലിയുടെ സീനിയർ, ഒരേ ഒരു മാസ്റ്റർ ജിയാണ്. അയ്യോ, ചെറുതായിട്ട് അതൊക്കെ ഇതിൽ പറഞ്ഞതാ അല്ലേ, നമ്മുടെ റെസിപ്പിയിൽ പറഞ്ഞതാ. അതെ, അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയും നന്നായി. ആ ചുമയുടെ അർത്ഥം എന്ന് പറയുന്നത് നന്നായി എന്നുള്ളതാ അല്ലേ. അപ്പൊ നമ്മളുടെ പൊടികളൊക്കെ മൂത്തിട്ടുണ്ട്, കണ്ടോ, അടിപൊളിയല്ലേ, നല്ല രസല്ലേ കാണാൻ, നല്ല മൊഞ്ചില്ലേ. ഓക്കെ, നമ്മള് ടൊമാറ്റോ അല്ല അങ്ങനത്തെ ഇതൊന്നും കാണിക്കണ്ടായിരുന്നു. ആക്ച്വലി നമ്മളെല്ലാം ഒന്ന് വേസ്റ്റ് ആക്കരുത് കേട്ടോ. അങ്ങനെയാണല്ലോ. അതെ, വെന്തൊരു പാകം എന്ന് പറഞ്ഞാൽ അതായത് എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം. ഓക്കെ, ഫോളോ ചെയ്യൂ. ഈശ്വര, എടുക്കാതെ ഇത്രയും ആത്മാർത്ഥത കാണിക്കുന്ന ഒരു ഗസ്റ്റിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതാണ്, വൈകിട്ട് ഞാൻ കാലും കൈയൊക്കെ തിരുമിക്കും. എല്ലാവരുടെ കൂട്ടത്തിൽ ഒരു ജാനിക്കുട്ടീനെ കാണും. ഞങ്ങളുടെ കൂട്ടത്തിലെ ജാനിക്കുട്ടിയാണ്. പണിയെടുത്ത് കൊല്ലുന്ന ജാനിക്കുട്ടി. അവള് തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ച പുളിവെള്ളം. കണ്ടോ, മാറ്റി വെച്ചേക്കായിരുന്നു. ഇനി നമുക്ക് നമ്മളുടെ കഥയിലേക്ക് ആഡ് ചെയ്യാം. കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട്, മീൻകറി ആണല്ലോ. ഞാൻ യൂഷ്വലി ഒരു ഇച്ചിരി ചൊപ്പൊഴിക്കും, കാരണം എനിക്ക് ആ ഒരു മീൻകറിയിലുള്ള പുളിയും ആ ഉപ്പും ആ ഒരു കറക്റ്റ് ഇച്ചിരി കയറി നിൽക്കണം മീൻകറി. യെസ്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. ഗൈസ്, നമുക്കൊന്ന് ഇളക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് ഫൈനൽ മീൻ ഇടുന്നതിന് മുന്നേ നമ്മൾ നോക്കണം. ഗൈസ്, അതിൻ്റെ ഇടയിൽ മീൻ കണ്ടോ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി എടുക്കാൻ മറന്നുപോയി, പക്ഷെ ഒരു ദിവസം ഞാനത് എടുക്കാം. വേറൊരു സ്പെഷ്യലും കൂടി ഉണ്ട്, മീൻ മുട്ട. യെസ്, കണ്ടോ, ഉപ്പുനൂക്കൽ കർമ്മമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചു, 1 ഗ്ലാസ് വാട്ടർ. നമ്മൾ നന്നായിട്ട് തീ നന്നായിട്ട് കൂട്ടി വെച്ച് നല്ല ഇളക്കണം, തിള വരണം. ഹിമാലയൻ സോൾട്ട്സ് ആണ് യൂസ് ചെയ്യാറ്. സോ അതിലെ കല്ലുപ്പ് തന്നെയാണ് അതും യൂസ് ചെയ്യാറ്. നേരത്തെ ഭരണീനെടുത്ത് എന്താണ് ഇപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്. ഗൈസ്, ഈ ബ്രാൻഡ് പേഡ് പ്രൊമോഷൻ താല്പര്യം ഉണ്ടെങ്കിൽ അതെ നമ്മളെ കോണ്ടാക്ട് ചെയ്തോ, കുഴപ്പമില്ല. അതെ അതെ, അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ കൊള്ളില്ല. അതെ, നമ്മളുടെ കഥയിലെ നായികൻ ഇതാ ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ഇനി ഇതിനെ നമുക്ക് നമ്മുടെ അഞ്ജലിയുടെ കറിയിലേക്ക് ഇടണം, ചട്ടിയിലേക്ക് ഇടണം. ഈ കഥയിലേക്ക് നായകൻ കയറാൻ പോകുന്ന മുഹൂർത്തമാണിത്. കഷ്ണങ്ങളിടാൻ പോവാണ്. ഒരുപാട് ഇങ്ങനെ ഇത് ചെയ്ത് ഇളക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഒന്ന് പൊത്തി വെച്ചാൽ മതി, എല്ലാം ഒന്ന് മുങ്ങി കിടക്കണം. നന്നായിട്ട് വേവട്ടെ. 20 മിനിറ്റ്സ് നമ്മൾ വേവിക്കണം മീൻകറി. ഓക്കെ, സോ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ മീൻകറി 20 മിനിറ്റ് ശേഷം ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. നമ്മുടെ മീൻകറി കഴിക്കാൻ പോവാണ്. ഗസ്റ്റ് ഉണ്ട് കേട്ടോ. മീൻകറി ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്യാം. അതെ, ചക്കയും മീൻകറിയായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഷെഫിനെ ടേസ്റ്റ് ചെയ്തിട്ട് തന്നാന്ന് പറയല്ലേ, ബാക്കിയുള്ളവർക്ക് കൊടുക്കാം. അതെ കേട്ടോ, ഞാൻ എന്തിന് അല്ല ഇതിന്റെ
നോക്കട്ടെ ഗൈസ് നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ എങ്ങനെ ഉണ്ടാവും അറിയില്ല. മറ്റു പുള്ളിയുടെ മറ്റേ മുണ്ടും മുണ്ടും ഒരു പാട്ട് വയ്ക്കുന്നത് മനസ്സിലായി? കൊള്ളാം കൊള്ളാട്ടോ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ മര്യാദയ്ക്ക് പറയുന്നത് ഇഷ്ടമാണ് ശരിക്കും പറയാം. സൂര്യനാരായണ സൂപ്പർ കണ്ട. നമ്മുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. ഷെഫ് ഷെഫ് അടുത്തു പിന്നെ റെസ്റ്റ്. ഓക്കെ ബൈ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ടാറ്റാ.